അവർക്ക് സ്റ്റേജുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് ആക്സസിബിൾ ആക്കുന്ന കാര്യത്തിലുള്ള ഒരു ഓഡിറ്റ് നടത്താനും ആ ഓഡിറ്റ് പ്രകാരം ഇപ്പോൾ ഒരു ആപ്പൊക്കെ ഉണ്ട് എന്നുള്ളത് എന്നോട് CRCയിൽ നിന്ന് പറഞ്ഞു. ആ ഓഡിറ്റ് പ്രകാരം ഭിന്നശേഷി സൗഹൃദമല്ലാത്ത ഇടങ്ങൾ അവരുടെ കൂടെ സഹകരണത്തോടെ അത് ഭിന്നശേഷി സൗഹൃദമാക്കാനും ഒക്കെയുള്ള ഇടപെടൽ ഈ സൗഹൃദ സ്പർശം ക്യാമ്പയിന്റെ ഭാഗമായി നടപ്പിലാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു. മൂന്നാമത്തെ കാര്യത്തിൽ നമ്മൾ ഇന്ന് ഇവിടെ കുറച്ച് ട്രൈസൈക്കിളും കുറച്ച് വീൽ ചെയറുകളും കൊടുക്കുന്നു. അപ്പൊ അത് മതിയായ ഒരു എണ്ണമായിട്ടോ അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ടോ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവസാനിച്ചിട്ടോ അല്ല. പക്ഷേ ഇപ്പം MLA സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഇതിനു മുമ്പ് MLA ആയിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. ആ MLA ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ 5 കോടി രൂപയുടെ MLA ആസ്തി വികസന ഫണ്ട് കിട്ടും, MLA ഫണ്ട് 1 കോടി രൂപ കിട്ടും. 6 കോടി രൂപ ഒരു ചെറിയ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ മെയിൻ്റനൻസിന് വേണ്ടി കിട്ടും. അത് മതിയായിട്ടല്ല, നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ MLA മാർക്ക് പോലും പലപ്പോഴും കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ വരുന്ന ഒരു സമയത്ത് ഈ ഫണ്ടിന്റെ ലഭ്യതയുടെ പ്രയാസം ഏറ്റവും കൂടുതൽ മനസ്സിലായത് MP ആയപ്പോഴാണ്. MLA ആയപ്പോൾ ഈ 5 കോടി രൂപ ആസ്തി വികസന ഫണ്ട്, 1 കോടി രൂപ അസറ്റ്, പിന്നെ PWD ചിലപ്പോൾ 3-4 കോടി കിട്ടും. ഒരു വർഷം ഒരു ബജറ്റ് വർക്കൊക്കെ കിട്ടും, കുറേശ്ശൊക്കെ കൊടുക്കാൻ പറ്റും. അതാണ് MLA ഇവിടെ സൂചിപ്പിച്ചത്. 52 പഞ്ചായത്തും 5 മുനിസിപ്പാലിറ്റിക്കും കൂടെ 5 കോടി രൂപ വെക്കുമ്പോൾ ഇപ്പോൾ റോഡിന് മാത്രം കിട്ടിയിരിക്കുന്ന അപേക്ഷ ഏതാണ്ട് 1400 ചില്ലറ അപേക്ഷ റോഡിന് മാത്രം 8 കോടി രൂപ MLA ഫണ്ടിൽ നിന്ന് കൊടുത്ത് KSRTC നന്നാക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ അത് MLAക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ MP-ക്ക് അങ്ങനെ ഒരു ഫണ്ട് നീക്കി വെക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇത്തരം ആവശ്യങ്ങൾ വരുമ്പോൾ MLA MP-യിലേക്ക് മാറുമ്പോൾ ഫണ്ടിന്റെ കാര്യത്തിലെ കുറവും ഏരിയ വലുതും ആവശ്യങ്ങൾ കൂടുതലും ഒക്കെ ആകുമ്പോഴും ഒരു പ്രധാനപ്പെട്ട മാറ്റം അതിനകത്തുണ്ട്. കുറച്ച് ഫണ്ടെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾക്ക്, ഇതിപ്പോ MLA വിചാരിച്ച ഈ ഫണ്ട് കൊടുക്കാൻ കഴിയില്ല. കാരണം വ്യക്തി ആനുകൂല്യങ്ങൾ MLA ഫണ്ടിൽ കൊടുക്കുക. MLAക്ക് റോഡോ ലൈറ്റോ കെട്ടിടമൊക്കെ അനുവദിക്കാമെങ്കിൽ ഇപ്പോൾ ഒരു ട്രൈസൈക്കിൾ ഒരാൾക്ക് MLA പരിചയം കൊണ്ട് ഒരാളെ വിളിച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ലാതെ MLA ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ MLAക്ക് അതിനകത്ത് പരിമിതി ഉണ്ടാവും. പക്ഷെ MP ഫണ്ടിന്റെ ശതമാനത്തിൽ ഒരു നിശ്ചിത ശതമാനം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിയപ്പോൾ MP ഫണ്ട് എല്ലാവർക്കും വേണ്ടി വിനിയോഗിക്കപ്പെടുന്ന ഫണ്ട് ആവേണ്ടത് കൊണ്ട് തന്നെ അത് ഭിന്നശേഷിക്കാരുടെയും കൂടെ ഏറ്റവും വലിയ അവകാശമാണ് എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ വർഷം നീക്കിവെച്ച ഫണ്ടിൽ നിന്ന് കുറച്ച് റോഡിൽ ഭിന്നശേഷിക്കാരായിട്ട് ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിലേക്ക്, അതുപോലെ തന്നെ കുറച്ച് ബഡ്സ് സ്കൂളുകളിലെ വാഹനങ്ങൾക്ക് അവർക്ക് പോകാനും വരാനും ഒരു വാഹനം എല്ലാ വീട്ടിൽ നിന്നും അറേഞ്ച് ചെയ്യാൻ കഴിയുമ്പോൾ അതിന് പറ്റാതെ പോകുന്ന കുടുംബങ്ങൾക്ക് അത് ആ അവകാശം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ബഡ്സ് സ്കൂളുകൾക്ക് വാഹനങ്ങൾ അനുവദിക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ കുറച്ചു പേർക്ക് വീൽ ചെയർ, കുറച്ചു പേർക്ക് ട്രൈസൈക്കിൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുവദിക്കണമെന്നുള്ള തീരുമാനമെടുത്തത്. ഞാൻ പറയുന്നത് ഇത് അവസാനത്തേതായിരിക്കില്ല. എല്ലാ വർഷവും ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അവരുടെ ഏറ്റവും വലിയ അവകാശം എന്നുള്ള നിലക്ക് തന്നെ MP ഫണ്ടിൽ നിന്ന് അവരുടെ അവകാശത്തിന്റെ കൃത്യമായി നീക്കിയിരിപ്പ് ഉണ്ടായിരിക്കും എന്നുള്ളത് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്തരം കാര്യങ്ങളിലുള്ള അവയർനെസ്, അത് ആളുകൾക്ക് ഉണ്ടാവുക എന്നുള്ളത്. ഞാൻ വേദനയോടെ നമ്മൾ മനസ്സിലാക്കുന്ന ചില കണക്കുകളുണ്ട്. സ്വന്തം അച്ഛനമ്മമാരാൽ കൊല്ലപ്പെടുന്ന മക്കളുടെ വാർത്തകൾ ഭിന്നശേഷി കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് കേരളം വായിക്കേണ്ടി വരുന്ന ഗുരുതരമായിട്ടുള്ള സാഹചര്യം ഉൾപ്പെടെ ഉണ്ട്. ശാരീരിക വളർച്ച എത്തിയ ആളുകൾക്ക് ചിലപ്പോൾ